നമസ്കാരം. പ്രവാസികളുടെ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം പരിഗണിച്ച് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റിൽ 20 ബില്യൺ യൂറോയുടെ അടിയന്തര വർധനവ് പ്രഖ്യാപിച്ചു. അതേസമയം ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് ജർമ്മനിയിലെ ട്രെയിൻ ഡ്രൈവർമാർ രാജ്യവ്യാപകമായി പണിമുടക്ക് ആരംഭിച്ചു. ഇത് ദീർഘദൂര യാത്രകളെയും ചരക്ക് നീക്കത്തെയും സാരമായി ബാധിച്ചു. പണിമുടക്ക് വ്യാഴാഴ്ച അർദ്ധരാത്രി വരെ തുടരും. അതേസമയം ബെർലിൻ വിമാനത്താവളത്തിൽ ജീവനക്കാർ നടത്തിയ പണിമുടക്ക് പൂർണ്ണമായും വ്യോമഗതാഗതം തടസ്സപ്പെടുത്തി. ആഗോള രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് ജർമ്മനിയിലെ ഗ്യാസ് വിലയിൽ 12% വർധനവ് രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഊർജം ലാഭിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിന്റെ ഭാഗമായി വടക്കൻ ജർമ്മനിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. ഇത് വ്യവസായ മേഖലയ്ക്ക് വലിയ കരുത്താകും. ജർമ്മനിയിലേക്കുള്ള വിസ നടപടികൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് ജർമ്മനിയിലേക്ക് വരാനും കുടുംബത്തെ കൊണ്ടുവരാനുമുള്ള നിയമങ്ങളിൽ കൂടുതൽ ഇളവുകൾ നൽകുന്ന പുതിയ ബില്ലിന് പാർലമെന്റിൽ പ്രാഥമിക അംഗീകാരം ലഭിച്ചു. ഇത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഗുണകരമാവും. ഇതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ നാളെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അതേസമയം ജർമ്മൻ ഭാഷാ പഠനത്തിന് പുതിയ സ്കീം ജർമ്മനി അംഗീകരിച്ചു. വിദേശികൾക്ക് ജർമ്മൻ ഭാഷ വേഗത്തിൽ പഠിക്കാൻ സഹായിക്കുന്ന ലാംഗ്വേജ് ഓൺ വീൽസ് എന്ന പുതിയ ഡിജിറ്റൽ പദ്ധതിയാണ് സർക്കാർ അവതരിപ്പിച്ചത്. ജോലി സ്ഥലങ്ങളിൽ വെച്ച് തന്നെ ഭാഷ പഠിക്കാനുള്ള അവസരം ഇതിലൂടെ ലഭിക്കുകയും ചെയ്യും. ജർമ്മനിയിലെ പ്രവാസികൾക്കും പുതുതായി എത്തുന്നവർക്കും വലിയ ആശ്വാസമേകുന്ന ലാംഗ്വേജ് ഓൺ വീൽസ് എന്ന പുതിയ ഡിജിറ്റൽ ഭാഷാ പഠന പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇനി പറയുന്നത്. എന്താണ് പുതിയ സ്കീം? പരമ്പരാഗതമായി ക്ലാസ് മുറിയിൽ പോയി പഠിക്കുന്നതിന് പകരം ജോലി ചെയ്യുന്ന സ്ഥലത്തോ യാത്രയിലോ ഇരുന്ന് തന്നെ ജർമ്മൻ ഭാഷ പഠിക്കാൻ സഹായിക്കുന്ന ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോമാണിത്. ഇതിന്റെ പ്രധാന പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ്. നിശ്ചിത സമയത്ത് ക്ലാസ്സിൽ പോകേണ്ടതില്ല. ജോലിക്ക് പോകുന്നവർക്കും ഷിഫ്റ്റ് ഉള്ളവർക്കും അവരുടെ സൗകര്യത്തിനനുസരിച്ച് ആപ്പ് വഴിയോ ഓൺലൈനായോ പഠിക്കാം. ജോലി സ്ഥലത്തെ ഭാഷ, അതായത് വൊക്കേഷണൽ ജർമ്മൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട, ഉദാഹരണത്തിന് നേഴ്സിംഗ്, IT, കൺസ്ട്രക്ഷൻ തുടങ്ങിയ ജോലികളുമായി ബന്ധപ്പെട്ട വാക്കുകളും സംഭാഷണങ്ങളും പഠിക്കാൻ ഇതിൽ പ്രത്യേക മൊഡ്യൂളുകളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്യൂട്ടർമാരായി, അതായത് ഭാഷാ ഉച്ചാരണം ശരിയാക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെയുള്ള വോയിസ് അസിസ്റ്റന്റും ലഭ്യമാണ്. സൗജന്യ നിരക്കായിരിക്കും. ജർമ്മനിയിൽ നിയമപരമായി ജോലി ചെയ്യുന്നവർക്കും വിസയുള്ളവർക്കും ഗവൺമെന്റ് സബ്സിഡി വഴി ഈ കോഴ്സ് മിക്കവാറും സൗജന്യമായോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിലോ ലഭ്യമാകും. ഇനി ഇതെങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ചോദിച്ചാൽ രജിസ്ട്രേഷൻ ആവശ്യമാണ്. ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസി, അതായത് അഗന്റൂർ ഫിർ ആർബൈറ്റ് വഴിയോ നിങ്ങളുടെ തൊഴിൽ ഉടമ വഴിയോ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിന്റെ സർട്ടിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് വിസ പുതുക്കുന്നതിനും, അതായത് PR പെർമനന്റ് റെസിഡൻസി ലഭിക്കുന്നതിനും ഔദ്യോഗിക രേഖയായി ഉപയോഗിക്കാം. ഇനി ഇതിന് സപ്പോർട്ട് ഏതെന്ന് ചോദിച്ചാൽ സംശയങ്ങൾ ചോദിക്കാൻ ഓൺലൈൻ മെന്റർമാരുടെ സഹായം ആഴ്ചയിൽ 24 മണിക്കൂറും ലഭ്യമാണ്. ജർമ്മനിയിലെ പ്രവാസികൾക്കായി നടപ്പിലാക്കുന്ന ഈ പുതിയ ഭാഷാ പഠന പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ഈ സ്കീം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ജർമ്മനിയിൽ ഇതിനകം ജോലി ചെയ്യുന്നവരെയോ അല്ലെങ്കിൽ ഉടൻ ജോലിയിൽ പ്രവേശിക്കാൻ ഇരിക്കുന്നവരെയാണ്. നീ ആർക്കെല്ലാം അപേക്ഷിക്കാൻ എലിജിബിലിറ്റി ഉണ്ട്? ജർമ്മനിയിൽ താമസാനുമതിയുള്ള, അതായത് റെസിഡൻസ് പെർമിറ്റ് ഉള്ള എല്ലാ പ്രവാസികൾക്കും എലിജിബിലിറ്റി ഉണ്ടായിരിക്കും. നിലവിൽ ജോലി ചെയ്യുന്നവർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും, അതായത് ജോബ് സീക്കേഴ്സ് ആയിട്ടുള്ളവർക്കും ഇതിന് അപേക്ഷിക്കാം. ജർമ്മനിയിൽ വരാനിരിക്കുന്ന വിദഗ്ധ തൊഴിലാളികൾക്കും ഇത് അപേക്ഷിക്കാം. ഇനി സ്കീമിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ തൊഴിലധിഷ്ഠിത ജർമ്മൻ, അതായത് വെറുതെ ഭാഷ പഠിക്കുന്നതിന് പകരം ഓരോ തൊഴിൽ മേഖലയ്ക്കും, ഉദാഹരണത്തിന് നഴ്സിംഗ്, മെക്കാനിക്കൽ, IT ആവശ്യമായ പ്രത്യേക പദപ്രയോഗങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇനി ബ്ലെൻഡഡ് ലേണിംഗ്, ഇതിനെപ്പറ്റി പറയുമ്പോൾ നേരിട്ടുള്ള ക്ലാസുകളും ഓൺലൈൻ ക്ലാസുകളും ഒരുമിച്ച് കൊണ്ടുപോകാം എന്നതാണ്. ഇത് ജോലി ചെയ്യുന്നവർക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും. ഡിജിറ്റൽ പോർട്ടലുകൾ, അതായത് VHS ലേൺ പോർട്ടൽ പോലുള്ള ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴി സ്മാർട്ട് ഫോണിലൂടെ എവിടെയിരുന്നും പഠിക്കാം. ഇതിന്റെ ചിലവ് മിക്കവാറും സന്ദർഭങ്ങളിൽ ഇതിന്റെ ചെലവ് BAMF, അതായത് ഫെഡറൽ ഓഫീസ് ഫോർ മൈഗ്രേഷൻ ആൻഡ് റെഫ്യൂജീസ് അല്ലെങ്കിൽ അഗന്റൂർ ഫിർ ആർബൈറ്റ്, അതായത് എംപ്ലോയ്മെന്റ് ഏജൻസിയാണ് വഹിക്കുന്നത്. ഇനിയും ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ കമ്പനികൾ വഴി ബിൽഡും ഗുഡ് ഷൈൻ, അതായത് എഡ്യൂക്കേഷൻ വൗച്ചർ എന്ന പേരിൽ സൗജന്യ പഠനത്തിന് അർഹതയുണ്ടാകും. വിസയും PR-ഉം ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നത് ഓരോരുത്തരുടെയും താമസാനുമതി പുതുക്കുന്നതിനും ഭാവിയിൽ PR അപേക്ഷിക്കുന്നതിനും വലിയ മുൻഗണനയും ഉണ്ടാകും. ഇനി ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയിലെ HR വിഭാഗം
വിഭാഗത്തോട് ഈ സ്കീമിനെ കുറിച്ച് ചോദിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടതാണ്. അടുത്തുള്ള അഗൻഡോർ ഫോർ ആർബൈറ്റ് ഓഫീസിൽ പോയി നേരിട്ട് രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. ഇനിയും ജർമ്മനിയിലെ കൊളോണിലാണ് താമസിക്കുന്നതെങ്കിൽ ഇവിടെ ഈ ലാംഗ്വേജ് സ്കീമിനെ കുറിച്ച് അന്വേഷിക്കാനും രജിസ്റ്റർ ചെയ്യാനുള്ള എളുപ്പ വഴികളാണ് ഇനി പറയുന്നത്. കൊളോണിലെ VHS കൊളോൺ, അതായത് ഫോക്സ്ഹോഷൂളെ കേൾ, കൊളോണിലെ ഏറ്റവും വലിയ സർക്കാർ അംഗീകൃത ഭാഷാ പഠന കേന്ദ്രമാണ്. ലാംഗ്വേജ് ഓൺ വീൽസ് പോലുള്ള ഡിജിറ്റൽ കോഴ്സുകൾ ഇവർ വഴി ലഭ്യമാണ്. ഇതിന്റെ അഡ്രസ് സെസീലിയൻ സ്ട്രാസെ 35-6 കേൾ, അതായത് നോയമാക്ടിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനിയും അതല്ലെങ്കിൽ ജോബ് സെന്റർ അല്ലെങ്കിൽ അഗൻഡോർ ഫോർ ആർബൈറ്റിൽ ജോലി അന്വേഷിക്കുന്ന ആളാണെങ്കിൽ കുറഞ്ഞ ശമ്പളമുള്ള ജോലിയാണെങ്കിലും ബിൽഡും ഗുഡ്ഷൈൻ വഴി പഠനം ലഭ്യമാക്കാവുന്നതാണ്. ഇതിന് പോകേണ്ടത് ലുക്സംബർഗ് സ്ട്രാസെ 191 കേളാണ്. ഇനി അതുമല്ലെങ്കിൽ ഫെഡറൽ ഓഫീസ് ഫോർ മൈഗ്രേഷൻ, കൊളോണിലെ പ്രവാസികൾക്കുള്ള ഇന്റഗ്രേഷൻ കോഴ്സുകൾ നിയന്ത്രിക്കുന്നത് ഇവരാണ്. രജിസ്റ്റർ ചെയ്യേണ്ട രീതി എന്താണെന്ന് ചോദിച്ചാൽ അൻമെൽഡും നടത്തേണ്ടതാണ്. അതിന് പാസ്പോർട്ട്, വീസ എന്നിവയുമായി അടുത്തുള്ള VHS ഓഫീസിലോ ജോബ് സെന്റർ കേന്ദ്രത്തിലോ പോകേണ്ടതാണ്. ഇതിന്റെ രണ്ടാം ഘട്ടത്തെ പറ്റി പറയുമ്പോൾ ബെറൂഫ് ബെറ്റ്സോഗനെ ഡോയ്ച്ച് സ്പ്രാഹെ ഫോർഡറും അല്ലെങ്കിൽ പുതിയ ഡിജിറ്റൽ സ്കീമിനെ കുറിച്ച് അന്വേഷിക്കുക. ഇതിന്റെ മൂന്നാം ഘട്ടം ഒരു ലെവൽ ടെസ്റ്റ് നടത്തും. അപ്പോഴായിരിക്കും നിങ്ങളുടെ ജർമ്മൻ അറിവ് പരിശോധിക്കാനുള്ള ടെസ്റ്റ്. ഇനി നാലാം ഘട്ടം ടെസ്റ്റിന് ശേഷം അനുയോജ്യമായ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ബാച്ച് തിരഞ്ഞെടുക്കാം. വീട്ടിലിരുന്ന് തുടങ്ങണമെങ്കിൽ VHS ലേൺ പോർട്ടൽ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇത് ജർമ്മൻ ഗവൺമെന്റ് ഔദ്യോഗിക ആപ്പാണ്. ഇതിൽ സൗജന്യമായി പഠിക്കുകയും ചെയ്യാം. എന്തായാലും ജർമ്മനിയിൽ ജീവിക്കുകയാണെങ്കിൽ ജർമ്മൻ ഭാഷ നിശ്ചയമായും കൃത്യമായും പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ജർമ്മൻ ഗവൺമെന്റ് പുതിയതായി ആവിഷ്കരിച്ചിരിക്കുന്ന ഈ ഭാഷാ പഠന രീതി ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ എത്തിയിട്ടുള്ളവർക്കും ഇനിയും പുതിയതായി എത്തിയവർക്കും ഇതുവരെ ഭാഷ നന്നായിട്ട് പഠിക്കാൻ സാധിക്കാത്തവർക്കും പഠിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് തന്നെ ഇത് ഒരു അറിയിപ്പായി കണക്കാക്കി ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിന് സമീപമുള്ള മൈൻ ടണൂസ് ക്രൈസ് ജില്ലാ കൌൺസിലിലേക്ക് ജർമ്മനിയിലെ രണ്ടാം തലമുറക്കാരനും മലയാളിയുമായ അനൂപ് മുണ്ടേത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു. ജർമ്മനിയിലെ മലങ്കര കത്തോലിക്ക സഭയുടെ പാസ്റ്ററൽ കൌൺസിൽ മുൻ വൈസ് പ്രസിഡന്റും നിലവിൽ പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറിയുമായ അനൂപിനെ സഭയിലെ ബിഷപ്പുമാർ, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ എന്നിവർ അഭിനന്ദനങ്ങൾ അറിയിച്ചതായി സഭാ കോർഡിനേറ്റർ ഫാദർ സന്തോഷ് തോമസ് കോയിക്കൽ പറഞ്ഞു. കൌൺസിലർ എന്ന നിലയിൽ അനൂപിന്റെ പുതിയ ഉത്തരവാദിത്തങ്ങളിൽ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മലങ്കര സമൂഹത്തിനു വേണ്ടി സുഹൃത്തുക്കളും അഭ്യുതകാംക്ഷികളും ആശംസകൾ അറിയിച്ചു. ജർമ്മനിയിലെ സിവിൽ സർവീസിന്റെ ഭാഗമായ ഫ്രാങ്ക്ഫർട്ട് സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് പദവിയുള്ള ഓഫീസറാണ് അനൂപ്. തന്റെ ഔദ്യോഗിക പദവിക്കൊപ്പം തന്നെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വവും അദ്ദേഹം ഇനി നിർവഹിക്കും. വോൾട്ട് എന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അനൂപ് മുണ്ടേത്ത് വിജയിച്ചത്. സ്വിറ്റ്സർലൻഡിലെ എംഗൽസ്ബർഗിൽ നിന്ന് ഹിറ്റ്ലസ് പർവ്വതത്തിലേക്ക് പോയ കേബിൾ കാർ സംവിധാനത്തിന് അപകടം സംഭവിച്ചു. കനത്ത കാറ്റും സാങ്കേതിക തകരാറുമാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ശക്തിയായ കാറ്റിൽ ഒരു ക്യാബിൻ റോപ്പിൽ നിന്ന് വേർപെട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു. ക്യാബിനിൽ ഉണ്ടായിരുന്നത് ഒരാൾ മാത്രമായിരുന്നു. അദ്ദേഹം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. വ്യക്തി സ്വിസ് പൗരനാണെന്നാണ് പ്രാഥമിക വിവരം. ഇനിയും ഇന്നത്തെ ആഗോള പ്രധാന വാർത്തകളിലേക്ക് കടന്നാൽ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കുകയാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ സുരക്ഷാ തലവൻ അലി ലാരിജാനി കൊല്ലപ്പെട്ടു. ഇതിനെതിരെ കടുത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ലെബനനിൽ വൻ പലായനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ലെബനനിൽ 10 ലക്ഷത്തിലധികം ആളുകൾ ഭവനരഹിതരായി എന്ന് ഐക്യരാഷ്ട്രസഭയാണ് അറിയിച്ചിരിക്കുന്നത്. ഇറാന്റെ ബുഷൈർ ആണവ നിലയത്തിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി UN ആണവ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. നാശനഷ്ടങ്ങൾ പരിശോധിച്ചു വരികയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ പരിഗണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും ഫോണിൽ സംസാരിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ പിന്തുണയും അറിയിച്ചു. ചൈനയിലേക്ക് പോകാനിരുന്ന 7 റഷ്യൻ എണ്ണക്കപ്പലുകൾ ഇന്ത്യയിലേക്ക് തിരിച്ചുവിട്ടു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിലാണ് ഇതിന് പിന്നിലെന്ന് കരുതപ്പെടുന്നു. ബഹിരാകാശത്ത് നിന്ന് തന്നെ ശത്രു മിസൈലുകളെ തകർക്കാനുള്ള അമേരിക്കയുടെ ഗോൾഡൻ ഡോം പദ്ധതിയുടെ ചിലവ് $185 ബില്യൺ ഉയർത്തി. ഇന്ത്യയിലും US-ലും ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ X പ്രവർത്തനക്ഷമം അല്ലാതായത് ഉപയോക്താക്കളെ വലച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകൾ, വിശേഷങ്ങൾ പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊപ്പം സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.